വെൽക്കം ചിൽഡ്രൻ. ഈ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാൻ പോകുന്നത് സർഫസ് കെമിസ്ട്രിയിലെ കറ്റാലിസിസ്. എന്താണ് കാറ്റലിസ്റ്റ്? നമ്മൾ ഹേബർ പ്രോസസ് ഒക്കെ പഠിച്ചു. അമോണിയയുടെ മാനുഫാക്ചർ ഹേബർ പ്രോസസ്സിൽ കാറ്റലിസ്റ്റ് ഏതാ? സ്പോഞ്ചി അയൺ. എന്താണ് കാറ്റലിസ്റ്റ്? ഒരു കെമിക്കൽ റിയാക്ഷന്റെ റേറ്റ് അല്ലെങ്കിൽ സ്പീഡിനെ കൂട്ടുകയോ അല്ലെങ്കിൽ കുറയ്ക്കുകയോ എന്ന് പറഞ്ഞാൽ റേറ്റിന് ചേഞ്ചസ് വരുത്താൻ വേണ്ടി അതിലേക്ക് ആ റിയാക്ഷൻ മിക്സ്ചറിലേക്ക് ആഡ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെ പറയുന്നത് കാറ്റലിസ്റ്റ്. എ കാറ്റലിസ്റ്റ് ഈസ് എ സബ്സ്റ്റൻസ് വിച്ച് ഓൾട്ടേഴ്സ് ദ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. പിന്നെ കാറ്റലിസ്റ്റിന്റെ വേറൊരു പ്രത്യേകത, കെമിക്കൽ റിയാക്ഷന് ശേഷവും ആ കാറ്റലിസ്റ്റിന്റെ രാസഘടനയിലും അതിന്റെ ക്വാണ്ടിറ്റി അല്ലെ എമൗണ്ടിലും വ്യത്യാസം ഒന്നുമില്ലാതെ കാറ്റലിസ്റ്റിനെ നമുക്ക് ലഭ്യമാവും. The catalyst remains chemically unchanged as well as there is no change in mass after the end of the chemical reaction. എന്താണ് കാറ്റലിസ്റ്റ്? A catalyst is a substance that alters the rate of a chemical reaction but itself remains and chemically remains unchanged even after the reaction. ഒരു കാറ്റലിസ്റ്റ് ആഡ് ചെയ്ത് ഒരു കെമിക്കൽ റിയാക്ഷന്റെ റേറ്റിന് അല്ലെങ്കിൽ സ്പീഡിന് വ്യത്യാസം വരുത്തുന്ന പ്രോസസ്സിനാണ് പറയുന്നത്, പ്രക്രിയക്കാണ് പറയുന്നത് കറ്റാലിസിസ്. ദ പ്രോസസ് ഓഫ് altering the rate of a chemical reaction by the addition of a catalyst is called catalysis. ഇനി ഒരു കാറ്റലിസ്റ്റിന്റെ ആക്ടിവിറ്റിയെ ഇൻക്രീസ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെ നമ്മൾ പറയുന്നത് പ്രൊമോട്ടേഴ്സ് എന്നാണ്. Promoters are substances which are added to increases the activity of a catalyst. ഇനി ഒരു കാറ്റലിസ്റ്റിന്റെ ആക്ടിവിറ്റിയെ ഇൻഹിബിറ്റ് ചെയ്യുക, തടസ്സം നിർത്തുക, അതിന്റെ ആക്ടിവിറ്റിക്ക് അല്ലെങ്കിൽ അതിന്റെ ആക്ടിവിറ്റിയെ കുറയ്ക്കുന്ന സബ്സ്റ്റൻസിനെ പറയുന്നത് പോയിസൺസ്. Substances which decreases or inhibit or retard the activity of a catalyst is known as poison. അതായത് നമ്മുടെ ഹേബർ പ്രോസസ് ഇതിന്റെ മാനുഫാക്ചറിന് അമോണിയയുടെ നൈട്രജനും ഹൈഡ്രജനും തമ്മിൽ റിയാക്ട് ചെയ്ത് അമോണിയ മാനുഫാക്ചർ നടത്തുന്ന പ്രോസസ്സിൽ നമ്മൾ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് സ്പോഞ്ചി അയൺ ആണ്. ഇവിടെ അയണിന്റെ ആക്ടിവിറ്റിയെ കൂട്ടാനായിട്ട് മോളിബ്ഡിനം ആഡ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ മോളിബ്ഡിനം ഒരു പ്രൊമോട്ടർ ആണ്. അടുത്ത നമുക്ക് പഠിക്കേണ്ടത് ഹോമോജീനസ് കറ്റാലിസിസ്. ഹോമോ എന്ന് പറഞ്ഞാൽ ഒരുപോലെ. അതായത് നമ്മുടെ ലെഡ് ചേംബർ പ്രോസസ്. എന്തിനാ ലെഡ് ചേംബർ പ്രോസസ് ഉപയോഗിക്കുന്നത്? സൾഫ്യൂരിക് ആസിഡിന്റെ മാനുഫാക്ചർ. അപ്പൊ സൾഫ്യൂരിക് ആസിഡിന്റെ മാനുഫാക്ചറിൽ ലെഡ് ചേംബർ പ്രോസസ്സിൽ നടത്തുന്ന ഒരു റിയാക്ഷൻ ആണ് സൾഫർ ഡൈ ഓക്സൈഡ് ഗേഷ്യസ് സ്റ്റേറ്റിൽ ഓക്സിജൻ ആയിട്ട് റിയാക്ട് ചെയ്ത് സൾഫർ ട്രയോക്സൈഡ് ഗ്യാസ് ആയിട്ട് മാറുന്നു. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് ആണ് നൈട്രിക് ഓക്സൈഡ്. അത് ഗേഷ്യസ് സ്റ്റേറ്റിലാണ്. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടുത്തെ റിയാക്ടൻസും അതുപോലെ സൾഫർ ഡൈ ഓക്സൈഡ് ഗേഷ്യസ് സ്റ്റേറ്റിലാണ്, ഓക്സിജൻ ഗേഷ്യസ് സ്റ്റേറ്റിലാണ്, കാറ്റലിസ്റ്റ് ഗേഷ്യസ് സ്റ്റേറ്റിലാണ്. അപ്പൊ റിയാക്ടൻസും കാറ്റലിസ്റ്റും ഒരേ ഫേസിലാണ്. അങ്ങനെയുള്ള കറ്റാലിസിസിനെ പറയുന്നത് ഹോമോജീനസ് കറ്റാലിസിസ്. അപ്പൊ എന്താ ഹോമോജീനസ് കറ്റാലിസിസ്? A catalytic property in which reactants and catalyst are in same phase is called homogeneous catalysis. അപ്പൊ നമുക്ക് ഇനി അടുത്ത എന്താണ് ഹെട്രോജീനസ് കറ്റാലിസിസ് എന്ന് പറയുന്നത്? അതായത് മുമ്പേ പറഞ്ഞ ഹേബർ പ്രോസസ് ഫോർ ദി മാനുഫാക്ചർ ഓഫ് അമോണിയ N2+3H2 നൈട്രജൻ ഗ്യാസ് ഹൈഡ്രജൻ ഗ്യാസ് എന്തിന്റെ അവിടെ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഏതാ? അയൺ, സ്പോഞ്ചി അയൺ. അപ്പം ഇവിടെ റിയാക്ടൻസ് രണ്ടും ഗേഷ്യസ് സ്റ്റേറ്റിലാണ്, അതേസമയം കാറ്റലിസ്റ്റ് സോളിഡ് ഫേസിലാണ്. ഇതുപോലെ റിയാക്ടൻസും കാറ്റലിസ്റ്റും ഡിഫറന്റ് ഫേസിലാണെങ്കിൽ അങ്ങനെയുള്ള കാറ്റലിറ്റിക് പ്രോസസ്സിന് ആണ് പറയുന്നത് ഹെറ്ററോജീനസ് കറ്റാലിസിസ്. ഡിഫറന്റ്, heterogeneous. A catalytic process in which reactants and catalysts are in different phase is called heterogeneous catalysis. രണ്ട് type catalysis ഉണ്ട്. Homogeneous catalysis in which reactants and catalysts are in same phase and heterogeneous. An example ആണ് lead chamber process.
And here nitric oxide, sulfur dioxide and oxygen all are in gaseous state. And heterogeneous catalysis, in which reactants and catalysts are in different phases. Example, Haber process for the manufacture of ammonia. Here nitrogen and hydrogen reactants are in gaseous state while catalyst is in solid state. Haber process വഴി അമോണിയ മാനുഫാക്ചർ നടത്തുമ്പോൾ അവിടെ കാർബൺ മോണോക്സൈഡ് ഉണ്ടെങ്കിൽ ആ കാർബൺ മോണോക്സൈഡിനെ നമ്മൾ നീക്കം ചെയ്യണം. കാരണം കാർബൺ മോണോക്സൈഡ് ഒരു പോയിസൺ ആയിട്ട് കാറ്റലിസ്റ്റിന്റെ ആക്ടിവിറ്റിക്ക് ഒരു പോയിസൺ ആയിട്ട് ആക്ട് ചെയ്യുന്നു. പോയിസൺ എന്താണെന്ന് മുമ്പേ പറഞ്ഞു. എന്താ? A substance which retard or inhibit the action of a catalyst is known as poison. But why is it necessary to remove carbon monoxide during the manufacture of ammonia by Haber process? This is because carbon monoxide acts as a poison for the catalyst ion. Hence, it is necessary to therefore the carbon monoxide retard or inhibit the action of ion. Hence, it is necessary to remove carbon monoxide during the manufacture of ammonia by Haber process. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് absorption theory of heterogeneous catalysis. ഒരു heterogeneous catalysisലെ അബ്സോർപ്ഷന്റെ തിയറിയെ കുറിച്ചാണ്. അതായത് ഇത് ഞാൻ റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന ഒരു കാറ്റലിറ്റിക് സർഫസ് ആണ്. ഫ്രീ വാലൻസീസ്, എന്റെ വാലൻസീസ് ഫ്രീ ആണ്. അപ്പൊ ഇവിടെ വാലൻസി എന്താ? കമ്പൈനിങ് കപ്പാസിറ്റി, അതെല്ലാം ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ട് വാലൻസി. അപ്പൊ കാറ്റലിറ്റിക് സർഫസ് ഹാവിംഗ് ഫ്രീ വാലൻസി ആണിത്. ഇവിടുത്തെ റിയാക്ടൻസ് ആണ് എയും ബിയും. അപ്പൊ ഇവിടെ എയും ബിയും റിയാക്ടൻസ് കാറ്റലിസ്റ്റിന്റെ സർഫസിൽ അഡ്സോർപ്ഷൻ നടക്കുകയാണ്. അപ്പൊ adsorption. So first step എന്ന് പറഞ്ഞാൽ diffusion of reactants to the surface of catalyst. കാറ്റലിസ്റ്റിന്റെ സർഫസിലേക്ക് റിയാക്ടൻസ് ഡിഫ്യൂസ് ചെയ്യുവാണ്. അപ്പൊ എയും ബിയും ഓരോ ബോണ്ട് ഫോം ചെയ്തു. ഇനി കാറ്റലിസ്റ്റിന്റെ സർഫസിൽ ഡിഫ്യൂഷൻ കഴിയുമ്പം അവിടെ കെമിക്കൽ റിയാക്ഷൻ നടക്കുകയാണ്. അതിന്റെ ഫലമായി അടുത്ത സ്റ്റെപ്പിൽ എക്കും ബിക്കും ഇടയ്ക്ക് ഒരു ബോണ്ട് ഫോം ചെയ്തു. അപ്പം കെമിക്കൽ റിയാക്ഷൻ ഓൺ ദി സർഫസ് ഓഫ് കാറ്റലിസ്റ്റ്. അപ്പൊ ഇവിടെ ഒരു ഇന്റർമീഡിയറ്റ് ഫോം ചെയ്തു. അടുത്ത സ്റ്റെപ്പില് ഈ കാറ്റലിസ്റ്റിന്റെ സർഫസിൽ നിന്നും ഈ എ ബി എന്ന് പറയുന്ന സബ്സ്റ്റൻസ് ഡീസോർപ്ഷൻ നടക്കുക. കാറ്റലിസ്റ്റിന്റെ സർഫസിൽ നിന്നും സബ്സ്റ്റൻസിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്നത് ഡീസോർപ്ഷൻ ആണ്. അപ്പൊ നമുക്ക് കാറ്റലിറ്റിക് സർഫസ് വീണ്ടും പുതിയ അഡ്സോർപ്ഷന് വേണ്ടി ഫ്രീ ആയി. Catalytic surface is made free for fresh adsorption to takes place. എന്നിട്ട് പ്രോഡക്റ്റ് എ ബി ഫോം ചെയ്തു. എക്കും ബിക്കും ഇടയ്ക്ക് ഒരു ബോണ്ട് ഫോം ചെയ്തു. അത് പ്രോഡക്റ്റ് ആണ്. കാറ്റലിസ്റ്റിന്റെ രണ്ട് പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ആണ് ആക്ടിവിറ്റി ആൻഡ് സെലക്ടിവിറ്റി. Activity and selectivity are the two important features of a catalyst. That is, ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ വെറുതെ ഇരുന്നാൽ അത് തമ്മിൽ മിക്സ് ആവത്തില്ല. അതേസമയം പ്ലാറ്റിനം കാറ്റലിസ്റ്റിന്റെ പ്രസൻസിലാണ് അതിനെ കമ്പൈൻ ചെയ്യിപ്പിക്കുന്നതെങ്കിൽ ഹൈഡ്രജനും ഓക്സിജനും കൂടി കമ്പൈൻ ചെയ്ത് വാട്ടർ ഫോം ചെയ്യും. അപ്പം അങ്ങനെ ഒരു ability of a catalyst to activate a chemical reaction is called activity. ഒരു കെമിക്കൽ റിയാക്ഷനെ സ്പീഡപ്പ് ചെയ്യാനുള്ള കാറ്റലിസ്റ്റിന്റെ കഴിവിനെയാണ് പറയുന്നത് ആക്ടിവിറ്റി. ആക്ടിവിറ്റി is the ability of a catalyst to activate a chemical reaction, to speed up a chemical reaction. That is, combination of hydrogen and oxygen to form water takes place only in presence of platinum, and in the absence of platinum they do not combine. പ്ലാറ്റിനത്തിന്റെ ആബ്സെൻസിൽ ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ കൂടിച്ചേരത്തില്ല. കാറ്റലിസ്റ്റിന്റെ രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് സെലക്ടിവിറ്റി. അതായത് ഇപ്പൊ കാർബൺ മോണോക്സൈഡും അതുപോലെ ഹൈഡ്രജനും കൂടി കോപ്പർ കാറ്റലിസ്റ്റിന്റെ പ്രസൻസിലാണെങ്കിൽ അത് തമ്മിൽ കമ്പൈൻ ചെയ്ത് ഫോർമാൽഡിഹൈഡ് ആണ് ഫോം ചെയ്യുന്നത്. അതേസമയം കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും കൂടി
നിക്കൽ കാറ്റലിസ്റ്റിന്റെ പ്രസൻസിലാണ് കമ്പൈൻ ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്നത് മീത്തേനും വാട്ടറുമാണ്. അപ്പോഴ് ഒരു കെമിക്കൽ റിയാക്ഷന് നമ്മൾ ഡിസയർ ചെയ്യുന്ന, നമ്മൾ ആഗ്രഹിക്കുന്ന പ്രോഡക്റ്റ് കിട്ടാൻ വേണ്ടി ഡയറക്റ്റ് ചെയ്യാൻ, ദിശ മാറ്റിക്കൊടുക്കാൻ ഉള്ള കഴിവ് കാറ്റലിസ്റ്റിനുണ്ട്. അപ്പം പല കാറ്റലിസ്റ്റിന്റെയും പ്രസൻസിൽ പല ടൈപ്പ് പ്രോഡക്റ്റ് ആണ് ഫോം ചെയ്തത്. അപ്പം the selectivity is the ability of a catalyst to direct a chemical reaction to yield a particular product. Yield എന്ന് പറഞ്ഞാൽ to give. ഒരു നിശ്ചിത പ്രോഡക്റ്റ് കിട്ടാൻ വേണ്ടി ഒരു കെമിക്കൽ റിയാക്ഷനെ ഡയറക്റ്റ് ചെയ്യാനുള്ള കാറ്റലിസ്റ്റിന്റെ കഴിവിനെയാ പറയുന്നത് സെലക്ടിവിറ്റി. Selectivity is the ability of a catalyst to direct a chemical reaction to yield a particular product. Here, carbon monoxide and hydrogen in presence of copper catalyst produces formaldehyde, while carbon monoxide and hydrogen in presence of nickel catalyst produces methane and water. The two important features of solid catalyst are activity and selectivity. Activity is the ability of a catalyst to activate a chemical reaction. And example, in presence of platinum catalyst, hydrogen and oxygen combine to form water, and in the absence they do not combine. Selectivity is the ability of a catalyst to direct a chemical reaction to yield a particular product. That is, carbon monoxide and hydrogen in presence of copper catalyst produces formaldehyde, and in presence of nickel catalyst produces methane and water. അടുത്ത നമുക്ക് പഠിക്കേണ്ടത് ഷേപ്പ് സെലക്റ്റീവ് കറ്റാലിസിസ് ബൈ സിയോലൈറ്റ്സ്. സിയോലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ പെട്രോകെമിക്കൽ ഇൻഡസ്ട്രീസിൽ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് ആണ്. സിയോലൈറ്റ്സ് ആർ വൈഡ്ലി യൂസ്ഡ് ഇൻ പെട്രോകെമിക്കൽ ഇൻഡസ്ട്രീസ് ആസ് കാറ്റലിസ്റ്റ്. അപ്പൊ ഞാനൊരു സിയോലൈറ്റിന്റെ ഒരു പിക്ചറാണ് കാണിച്ചിരിക്കുന്നത്. അതിന്റെ സർഫസിൽ ധാരാളം ക്യാവിറ്റീസ്, കാറ്റലിസ്റ്റിന്റെ സർഫസിൽ ധാരാളം ക്യാവിറ്റീസ് അല്ലെങ്കിൽ പോഴ്സ് ഉണ്ട്. അപ്പൊ ഇവിടെ ഷേപ്പ് സെലക്റ്റീവ് കറ്റാലിസിസ് പറഞ്ഞാല് ഈ കാറ്റലിസ്റ്റിന്റെ ഉപരിതലത്തിൽ സർഫസിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത് ഈ ക്യാവിറ്റീസ് അല്ലെങ്കിൽ പോഴ്സിന്റെ സൈസിനെയും ഷേപ്പിനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുപോലെ തന്നെ ഇതിലേക്ക് ചേർന്നിരിക്കാനുള്ള റിയാക്ടന്റിനും പ്രോഡക്റ്റിനുമല്ലേ റിയാക്ഷനിൽ പങ്കെടുക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ ഇവിടെ ഈ സിയോലൈറ്റ് സർഫസിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത് സിയോലൈറ്റ് സർഫസിലെ പോഴ്സിനെയും ക്യാവിറ്റീസിനെയും അതുപോലെ റിയാക്ടന്റിന്റെയും പ്രോഡക്റ്റിന്റെയും സൈസിനെയും ഷേപ്പിനെയും എല്ലാം ആശ്രയിച്ചിരിക്കും. അങ്ങനെ കാറ്റലിസ്റ്റിന്റെ സർഫസിലെ പോഴ്സ് അല്ലെങ്കിൽ ക്യാവിറ്റീസിനെ, അതിന്റെ സൈസ്, ക്യാവിറ്റീസിന്റെ സൈസിനെ, റിയാക്ടന്റിന്റെയും പ്രോഡക്റ്റിന്റെയും സൈസിനെയും ഷേപ്പിനെയും ആശ്രയിച്ചിരിക്കുന്ന കറ്റാലിസിസിനെ പറയുന്നത് ഷേപ്പ് സെലക്റ്റീവ് കറ്റാലിസിസ്. കാരണം ഈ പോഴ്സിൽ ചേർന്നിരിക്കാൻ പറ്റുന്ന റിയാക്ടന്റിനും പ്രോഡക്റ്റിനും അല്ലേ ഈ റിയാക്ഷനിൽ ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. അപ്പം എ കാറ്റലിറ്റിക് പ്രോസസ് ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി സൈസ് of cavities and pores of catalyst as well as size and shape of reactants and products is called shape selective catalysis. അതായത് ഇവിടെ എന്താ സിയോലൈറ്റ് എന്ന് പറഞ്ഞാൽ അലൂമിനോ സിലിക്കേറ്റ് ആണ്. നമ്മൾ ഫസ്റ്റ് പഠിച്ചിട്ടുണ്ട്. 3 dimensional നെറ്റ്വർക്ക് സ്ട്രക്ചർ ആണ്, വല പോലത്തെ സ്ട്രക്ചർ ആണ്. സിയോലൈറ്റ്സ് ഹാവ് 3 dimensional നെറ്റ്വർക്ക് സ്ട്രക്ചർ ഓഫ് സിലിക്കേറ്റ്സ്. അപ്പൊ സിലിക്കേറ്റ്സിലെ ചില അലൂമിനിയം സിലിക്കൺ ആറ്റംസിനെ മാറ്റിയിട്ട് അവിടെ അലൂമിനിയം വരും. അങ്ങനെ അലൂമിനോ സിലിക്കേറ്റ്സിനെ പറയുന്നത് zeolites. Some of the silicon atoms in the 3-dimensional network structure of silicates have been replaced by aluminum atoms. Therefore, they are aluminosilicates having 3-dimensional network structure. അപ്പൊ എന്താണ് ഷേപ്പ് സെലക്റ്റീവ് കറ്റാലിസിസ് പറഞ്ഞാല്? അതായത് ഒരു സിയോലൈറ്റിലെ നടക്കുന്ന റിയാക്ഷൻ അല്ലെ ഒരു കാറ്റലിസ്റ്റിന്റെ സർഫസിൽ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് ആ കാറ്റലിസ്റ്റിന്റെ സർഫസിലെ പോഴ്സിനെയും അല്ലെങ്കിൽ ക്യാവിറ്റീസിന്റെ സൈസിനെയും
അതുപോലെ റിയാക്ടൻസിന്റെയും പ്രോഡക്ട്സിന്റെയും ഷേപ്പിനെയും സൈസിനെയും ആശ്രയിച്ചിരിക്കുന്ന കാറ്റലിറ്റിക് പ്രോപ്പർട്ടിസിറ്റിയാ പറയുന്നത് ഷേപ്പ് സെലക്റ്റീവ് കറ്റാലിസിസ്. എ കാറ്റലിറ്റിക് പ്രോപ്പർട്ടി that depends upon the pores and cavities of zeolites like catalyst as well as upon the shape and the size of reactants and product is called shape selective catalysis. An important shape selective catalyst is zeolite. In that zeolite they are aluminosilicates having three-dimensional network structure, and reaction taking place on the surface of zeolite depends upon the pores and or cavities of zeolites as well as upon the size and shape of reactants and products. And zeolites are widely used as catalyst in petrochemical industries. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് എൻസൈം കറ്റാലിസിസ് ആണ്. എൻസൈംസ് എന്താണ്? They are biological catalyst. Complex structure ഉള്ള nitrogenous organic compound ആണ് enzyme. Enzymes are complex nitrogenous organic compounds known as biological catalyst. They can increases the speed of reaction up to 10 raised to 8 to 10 raised to 20 times. ഇത്രയും മടങ്ങ് 10 raised to 8 മുതൽ 10 raised to 20 times വരെ കെമിക്കൽ റിയാക്ഷന്റെ സ്പീഡ് കൂട്ടാൻ കഴിവുള്ള കോംപ്ലക്സ് നൈട്രോജനസ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ് എൻസൈംസ്. They are known as biological catalyst. They have high molecular mass. Molecular mass വളരെ കൂടുതലാണ്. അതായത് നമ്മൾ ഒരു എക്സാമ്പിൾ ഷുഗറിന്റെ ഹൈഡ്രോളിസിസ്. ഷുഗറിന്റെ ഫോർമുല എന്താ? സീറ്റോൾ H22 O11. അപ്പൊ ഇതിന്റെ ഹൈഡ്രോളിസിസില് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എൻസൈം ആണ് ഇൻവെർട്ടേഴ്സ്. The enzyme inverters is used for the hydrolysis of sugar. Sugar hydrolyze ചെയ്യുമ്പോൾ എന്തൊക്കെയാ കിട്ടുന്നത്? ഗ്ലൂക്കോസും ഫ്രക്ടോസും ഐസോമേഴ്സ് ആണ്. സെയിം molecular formula, glucose and fructose. അപ്പൊ എന്താണ് എൻസൈംസ്? എൻസൈംസ് are biological catalysts having higher molecular mass, nitrogenous organic compounds. They can speed up the reaction up to 10 raised to 8 to 10 raised to 20 times. The enzyme inverters hydrolyze sugar into glucose and fructose. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് enzyme catalysisന്റെ characteristics എന്തൊക്കെയാണ്? What are the characteristics of enzyme catalysis? ഒന്ന്, അതിന് efficiency കൂടുതലാണ്, high efficiency. രണ്ടാമത് ഹൈലി സ്പെസിഫിക് ഇൻ നേച്ചർ, അതായത് ലോക്ക് ആൻഡ് കീ അറേഞ്ച്മെന്റ് പോലാണ് എൻസൈമിന്റെ ആക്ടിവിറ്റി. അതായത് ഒരു ലോക്കിന് അതിന് സ്പെഷ്യൽ ആയിട്ട് കീ ഉണ്ട്. വേറെ ഏതെങ്കിലും കീ ഉപയോഗിച്ചാൽ ആ ലോക്ക് നമുക്ക് തുറക്കാനോ അടയ്ക്കാനോ പറ്റത്തില്ല. അതുപോലെ ലോക്ക് ആൻഡ് കീ അറേഞ്ച്മെന്റ് പോലാണ് എൻസൈമിന്റെ ആക്ഷൻ. ഹൈലി സ്പെസിഫിക് ഇൻ നേച്ചർ ആണ്. അതായത് ഇപ്പം യൂറിയയുടെ ഹൈഡ്രോളിസിന്, യൂറിയ എന്താ? NH2CO NH2. അതിന്റെ ഹൈഡ്രോളിസിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എൻസൈം യൂറിയേസ് ആണ്. വേറൊരു എൻസൈമും യൂറിയയുടെ ഹൈഡ്രോളിസിന് ഉപയോഗിക്കാൻ പറ്റത്തില്ല. The enzyme urease is used for the hydrolysis of urea only, and it cannot catalyze the reaction of any other amide. യൂറിയേസിന് വേറെ ഏതെങ്കിലും ഒരു അമൈഡിന്റെ ഹൈഡ്രോളിസിനെ സ്പീഡ് അപ്പ് ചെയ്യാൻ ഉപയോഗിക്കാറില്ല. അമൈഡ് എന്ന് പറഞ്ഞാൽ CONH2 ആണ് അമൈഡിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ്. യൂറിയേസ് എന്ന് പറയുന്ന എൻസൈം യൂറിയയുടെ ഹൈഡ്രോളിസിനാണ് ഉപയോഗിക്കുന്നത്. വേറൊരു അമൈഡിന്റെയും ഹൈഡ്രോളിസിന് യൂറിയേസ് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത് എൻസൈംസ് ആർ ഹൈലി സ്പെസിഫിക് ഇൻ നേച്ചർ. അതുപോലെ അടുത്ത പ്രോപ്പർട്ടിയാണ് അതിന്റെ ആക്ടിവിറ്റി. ഒപ്റ്റിമം ടെമ്പറേച്ചർ ആയ 298 Kelvin to 310 Kelvin ടെമ്പറേച്ചറിലാണ് എൻസൈമിന്റെ ആക്ടിവിറ്റി കൂടുതൽ. അതിലും കുറഞ്ഞ ടെമ്പറേച്ചറിലും ഈ റേഞ്ചിലും കൂടിയ ടെമ്പറേച്ചറിലും എൻസൈമിന്റെ ആക്ടിവിറ്റി കുറവാണ്. They are highly active under optimum temperature of 298 Kelvin to 310 Kelvin. അടുത്ത characteristic property, they are highly active under optimum pH of 5 to 7. pH 5 മുതൽ 7 വരെയുള്ള ആ റേഞ്ചിലാണ് എൻസൈമിന്റെ ആക്ടിവിറ്റി കൂടുതൽ. അടുത്ത പ്രോപ്പർട്ടി, ആക്ടിവേറ്റേഴ്സിന്റെ ആക്ടിവേറ്റ് എന്താണ്?
അതുപോലെ പോയിസൺ എന്താണെന്നൊക്കെ കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞു. ആക്ടിവേറ്റേഴ്സിന്റെയും കോ എൻസൈംസിന്റെയും പ്രസൻസിൽ എൻസൈമിന്റെ ആക്ടിവിറ്റി കൂടുതലാണ്. They are highly active in presence of substances like activators and coenzymes. സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ആക്ടിവേറ്റേഴ്സ് ആണ് Na+, Mg2+, etc. These are the characteristic properties of enzyme catalysis. What are the characteristic properties of enzyme catalysis? High efficiency, highly specific in nature, and they are highly active under optimum temperature of 298 Kelvin to 310 Kelvin temperature, and they are highly active under optimum pH of 5 to 7, and they are highly active in presence of activators and coenzymes. Now, mechanism of enzyme catalysis. Enzyme catalysis in the mechanism ആണ് പഠിക്കേണ്ടത്. Enzyme catalyzed reaction രണ്ട് സ്റ്റെപ്പിലായിട്ടാണ് നടക്കുന്നത്. Enzyme catalyzed reactions takes place in 2 steps. ആദ്യത്തെ സ്റ്റെപ്പില് ഈ സബ്സ്ട്രേറ്റ് എൻസൈമുമായിട്ട് ബൈൻഡ് ചെയ്യും. സബ്സ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ റിയാക്റ്റന്റ്. എന്നിട്ട് ഒരു എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്യും. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. The substrate binds with the enzyme to form enzyme substrate complex. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഈ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സിന് വിഘടനം സംഭവിച്ച് അത് എൻസൈമും പ്രോഡക്റ്റുമായിട്ട് മാറും. നമ്മൾ പറഞ്ഞു കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സബ്സ്റ്റൻസ് which doesn't under which alters the rate of a chemical reaction. ഒരു കെമിക്കൽ റിയാക്ഷന്റെ റേറ്റിന് ഓൾട്ടറേഷൻ വരുത്തും, വ്യത്യാസം വരുത്തും. But it doesn't undergo any change in physically or chemically. രാസപരമായിട്ടും ഫിസിക്കലായിട്ടും അതിന് യാതൊരു വ്യത്യാസവും വരുന്നില്ല. എൻസൈം അതുപോലെ തന്നെ കിട്ടി. പിന്നെ പ്രോഡക്റ്റ്. ഇനി നമുക്ക് ഒരു കാര്യം പഠിക്കണം. എസ്റ്ററിന്റെ ഹൈഡ്രോളിസിസ് തുടക്കത്തിൽ പതുക്കെയാണ് നടക്കുന്നത്. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ സ്പീഡ് കൂടുന്നു. Why is the ester hydrolysis is slow in the beginning but it becomes faster after some time? കാരണം എന്താ? അതായത് എസ്റ്ററിനെ നമുക്ക് ജനറൽ ആയിട്ട് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. RCOOR'. R എന്ന് പറഞ്ഞാൽ ആൽക്കൈലോ and hydrolysis. അതൊരു റിവേഴ്സിബിൾ പ്രോസസ് ആണ്. അപ്പൊ ബോണ്ട് ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്യും. എന്നിട്ട് വാട്ടർ മോളിക്യൂളിലെ H ഇവിടെ പോവും, OH ഇവിടെ പോവും. പ്രോഡക്റ്റ് എങ്ങനെയാ? RCOOH plus R'OH. ഇവിടെ നോക്കിയേ, തുടക്കത്തിൽ റിയാക്ഷൻ തുടങ്ങുമ്പോൾ ഉണ്ടാവുന്ന ആസിഡ് പിന്നീടുള്ള റിയാക്ഷന് കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യും. എസ്റ്റർ ഹൈഡ്രോളിസിസ് ആസിഡ് മീഡിയത്തിലാണ് നടക്കുന്നത്. അതുകൊണ്ട് പിന്നീട് സ്പീഡ് കൂടുന്നു. Why is the hydrolysis of ester is slow in the beginning but it becomes faster after some time? എന്തുകൊണ്ടാണ്? Because the acid produced in the reaction act as catalyst for the further reaction. തുടക്കത്തിൽ ഉണ്ടാവുന്ന ആസിഡ് പിന്നീടുള്ള റിയാക്ഷന് കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. Therefore the speed of reaction increases. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് കൊളോയിഡ്സിനെ കുറിച്ചാണ്. എന്താണ് സൊല്യൂഷൻ? ട്രൂ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഷുഗർ സൊല്യൂഷൻ. ഷുഗറിനെ വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കിട്ടുന്ന സൊല്യൂഷൻ ആണ് ഷുഗർ സൊല്യൂഷൻ. അതിലെ പാർട്ടിക്കിൾസിന്റെ സൈസ് തീരെ ചെറുതാണ്, അല്ലെ? അപ്പം അത് ഒരു ഹോമോജീനസ് സിസ്റ്റം ആണ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതേസമയം നമുക്ക് സാൻഡിനെ വാട്ടറിൽ ഇട്ടിട്ട് സ്റ്റർ ചെയ്തു, ഇളക്കി, എന്നിട്ട് അത് സെറ്റിൽ ചെയ്യാൻ അനുവദിച്ചു. അപ്പൊ നമുക്കൊരു സസ്പെൻഷൻ ആണ് കിട്ടുന്നത്. പാർട്ടിക്കിൾസ് ഡിസോൾവ് ചെയ്യാതെ സെറ്റിൽ ചെയ്ത് കിടക്കുന്നു. ഈ രണ്ട് എക്സ്ട്രീം സിസ്റ്റത്തിന് ഇടയിലുള്ള സിസ്റ്റത്തെ പറയുന്നത് colloids. Colloids are intermediate between true solution and suspension. അപ്പം ട്രൂ സൊല്യൂഷനിൽ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞ അയോൺസ് ആണ്. സോഡിയം ക്ലോറൈഡിനെ വാട്ടർ ഡിസോൾവ് ചെയ്തു, അതിലെ പാർട്ടിക്കിൾസ് എന്ന് പറയുന്ന Na+ അയോണും Cl- അയോണും അല്ലെങ്കിൽ മോളിക്യൂൾസ് ആണ്. ഇൻ ട്രൂ സൊല്യൂഷൻ ദ പാർട്ടിക്കിൾസ് ആർ അയോൺസ് ഓർ സ്മോൾ മോളിക്യൂൾസ്. അതേസമയം കൊളോയിഡ്സിലെ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് സിംഗിൾ മാക്രോ മോളിക്യൂൾസ് ആണ്. അതായത് പ്രോട്ടീൻസ്, മാക്രോ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ വലിയ സൈസുള്ള മോളിക്യൂൾസ്, പ്രോട്ടീൻസ്, അതുപോലെ സിന്തറ്റിക് റബ്ബർ, ഇതെല്ലാം സിന്തറ്റിക്
പോളിമർ ഇതെല്ലാമാണ് കൊളോയിഡ്സിലെ. അതുപോലെ തന്നെ ആറ്റംസ്, അഗ്രിഗേറ്റ്സ് ഓഫ് ആറ്റംസ്, അയോൺസ് ഓർ മോളിക്യൂൾസ്, ഇതൊക്കെയാണ് കൊളോയിഡ്സിലെ പാർട്ടിക്കിൾസ്. അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞാൽ കൂട്ടം ചേർന്നിരിക്കുന്ന. അപ്പൊ അതിന്റെ പാർട്ടിക്കിൾസിന്റെ സൈസ് കൂടുതലാണ്. അപ്പൊ ഇവിടെ പാർട്ടിക്കിൾസിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ കൊളോയിഡ്സിൽ 1 നാനോമീറ്റർ മുതൽ 1000 നാനോമീറ്റർ വരെയാണ്. അപ്പൊ ഇതൊരു കൊളോയിഡൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഹെറ്ററോജിനസ് സിസ്റ്റം ആണ്. പാർട്ടിക്കിൾസിനെ, കൊളോയിഡിന്റെ ഒരു എക്സാമ്പിൾ കഞ്ഞിവെള്ളം, പാർട്ടിക്കിൾസിനെ ഡിസ്പോസ് ചെയ്ത് വിതറിയിട്ടേക്കാണ്. ആ ഡിസ്പോസ് ചെയ്തിരിക്കുന്ന പാർട്ടിക്കിൾസിനെ പറയുന്നത് disposed phase എന്നാണ്. The substance that is disposed is called disposed phase. അത് ഏതെങ്കിലും ഒരു മീഡിയത്തിലായിരിക്കും ഡിസ്പോഷൻ നടന്നിരിക്കുന്നത്. ഏത് മീഡിയത്തിലാണോ ഡിസ്പോസ് ചെയ്തിട്ടിരിക്കുന്നത് അതിനെ പറയുന്നത് ഡിസ്പോഷൻ മീഡിയം എന്നാണ്. അങ്ങനെ ഒരു ഡിസ്പോസ്ഡ് ഫേസും ഡിസ്പോഷൻ മീഡിയവും ചേർന്നുള്ള ഒരു ഹെറ്ററോജിനസ് സിസ്റ്റം ആണ് കൊളോയിഡ്. കൊളോയിഡ്സ് ആർ ഹെറ്ററോജിനസ് സിസ്റ്റം കൺസിസ്റ്റിംഗ് ഓഫ് ഡിസ്പോസ്ഡ് ഫേസ് ആൻഡ് ഡിസ്പോഷൻ മീഡിയം. That is, the substance that is disposed is called the disposed phase, and the medium in which dispersion takes place is called the dispersion medium. Colloidal system is a heterogeneous system consisting of particles of the diameter of 1 nanometer to 1000 nanometer. ഇനി നമുക്ക് ഈ ഡിസ്പോസ്ഡ് ഫേസിന്റെയും ഡിസ്പോഷൻ മീഡിയത്തിന്റെയും ഫിസിക്കൽ സ്റ്റേറ്റിന്റെ അടിസ്ഥാനത്തിൽ കൊളോയിഡ്സിനെ 8 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഡിപ്പെൻഡിംഗ് അപ്പോൺ ദി ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് ഡിസ്പോസ്ഡ് ഫേസ് ആൻഡ് ഡിസ്പോഷൻ മീഡിയം, കൊളോയിഡൽ സിസ്റ്റം ഈസ് ക്ലാസിഫൈഡ് ഇൻടു 8 കാറ്റഗറീസ്. അതിനെ കുറിച്ച് പറയാം. അതായത് ഡിസ്പോസ്ഡ് ഫേസ്, ഡിസ്പോഷൻ മീഡിയം, ടൈപ്പ് ഓഫ് കൊളോയിഡ്, എക്സാമ്പിൾ. ഇവിടെ നോക്കിയേ, ഡിസ്പോസ്ഡ് ഫേസ് സോളിഡ് സ്റ്റേറ്റിലും ഡിസ്പോഷൻ മീഡിയവും സോളിഡ് സ്റ്റേറ്റിലുമാണെങ്കിൽ അങ്ങനെയുള്ള കൊളോയിഡിനെ പറയുന്നത് സോളിഡ് സോൾ എന്നാണ്. അതിന് എക്സാമ്പിൾ ആണ് അലോയ്. അലോയ് എന്ന് പറഞ്ഞാൽ എന്താ? ലോഹസങ്കരം, മിക്സ്ചർ ഓഫ് മെറ്റൽസ്. ബ്രാസ് കോപ്പറിന്റെയും സിങ്കിന്റെയും കൂടെ മിക്സ്ചർ ആണ്. ബ്രോൺസ് കോപ്പറിന്റെയും ടിന്നിന്റെയും കൂടെ മിക്സ്ചർ ആണ്. അതുപോലെ രണ്ടാമത്തേത് ഡിസ്പോസ്ഡ് ഫേസ് സോളിഡ് ഫേസിലും ഡിസ്പോഷൻ മീഡിയം ലിക്വിഡ് ഫേസിലുമാണെങ്കിൽ അങ്ങനെയുള്ള കൊളോയിഡിനെ വിളിക്കുന്നത് സോൾ എന്നാണ്. അതിന് എക്സാമ്പിൾ ആണ് സ്റ്റാർച്ച്. മൂന്നാമത്തെ ഡിസ്പോസ്ഡ് ഫേസ് സോളിഡ് ഫേസിലും ഡിസ്പോഷൻ മീഡിയം ഗേഷ്യസ് ഫേസിലുമാണെങ്കിൽ അങ്ങനത്തെ കൊളോയിഡിനെ, ഡിസ്പോഷൻ മീഡിയം ഗേഷ്യസ് ഫേസിലാണെങ്കിൽ ആ കൊളോയിഡിനെ നമ്മൾ പറയുന്നത് എയറോസോൾ എന്നാണ്. എക്സാമ്പിൾ സ്മോക്ക്. സ്മോക്ക് എന്ന് പറഞ്ഞാൽ കാർബൺ പാർട്ടിക്കിൾസ് സോളിഡ് ഫേസിലല്ലേ, അത് എയർ എന്ന മീഡിയം ഗേഷ്യസ് മീഡിയത്തിൽ ഡിസ്പോസ് ചെയ്ത് കിടക്കുന്നു. നാലാമത്തെ ഡിസ്പോസ്ഡ് ഫേസ് ലിക്വിഡ് ഫേസിലും ഡിസ്പോഷൻ മീഡിയം സോളിഡ് ഫേസിലുമാണെങ്കിൽ അങ്ങനെയുള്ള കൊളോയിഡിനെ വിളിക്കുന്നത് ജെൽ എന്നാണ്. അതിന് എക്സാമ്പിൾ ആണ് ബട്ടർ, ചീസ്, എക്സെട്ര. അടുത്തത് ഡിസ്പോസ്ഡ് ഫേസ് ലിക്വിഡ് ഫേസിലും ഡിസ്പോഷൻ മീഡിയം ലിക്വിഡ് ഫേസിലും, രണ്ടും ലിക്വിഡ് ആണെങ്കിൽ അങ്ങനെയുള്ള കൊളോയിഡിനെ വിളിക്കുന്നത് ഇമൾഷൻ എന്നാണ്. ഇമൾഷൻ എക്സാമ്പിൾ ആണ് മിൽക്ക്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. വാട്ട് ഈസ് ഇമൾഷൻ? Emulsion is a colloidal system in which both the disposed phase and dispersion medium is in liquid phase. Example of emulsion is milk. Disposed phase liquid phase-ലും dispersion medium gaseous phase-ലുമാണെങ്കിൽ അങ്ങനെയുള്ള colloidal സിസ്റ്റത്തെയാണ് പറയുന്നത് എയറോസോൾ. അതിന് എക്സാമ്പിൾ ആണ് ഫോഗ്. ഫോഗ് എന്ന് പറഞ്ഞാൽ ഡിസ്പോസ് ചെയ്ത് കിടക്കുന്നത് വാട്ടർ ഡ്രോപ്ലെറ്റ്സ്, അത് എയർ എന്ന മീഡിയത്തിൽ ഡിസ്പോസ് ചെയ്ത് കിടക്കുകയാണ്. അടുത്തത് ഡിസ്പോസ്ഡ് ഫേസ് ഗ്യാസും ഡിസ്പോഷൻ മീഡിയം സോളിഡുമാണെങ്കിൽ കൊളോയിഡൽ സിസ്റ്റത്തെ വിളിക്കുന്നത് സോളിഡ് സോൾ എന്നാണ്. എക്സാമ്പിൾ റബ്ബർ. അടുത്തത് ഡിസ്പോസ്ഡ് ഫേസ് ഗ്യാസും ഡിസ്പോഷൻ മീഡിയം ലിക്വിഡുമാണെങ്കിൽ കൊളോയിഡിനെ വിളിക്കുന്നത് ഫോം എന്നാണ്. എക്സാമ്പിൾ ഫ്രോത്ത്. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇമൾഷൻ ആണ്. അതുപോലെ ഗ്യാസസ് ആർ കംപ്ലീറ്റ്ലി മിസിബിൾ വിത്ത് ഈച്ച് അതർ. ഗ്യാസസ് എല്ലാം പൂർണ്ണമായിട്ടും മിസിബിൾ ആണ്. Therefore, gas dissolved in gas does not exist. It is not a colloidal system.
പിന്നെ അറിഞ്ഞിരിക്കേണ്ടത് ഡിസ്പേർഷൻ മീഡിയം വാട്ടർ ആണെങ്കിൽ നമ്മൾ ആ കൊളോയിഡിനെ പറയുന്നത് അക്വാസോൾ അല്ലെങ്കിൽ ഹൈഡ്രോസോൾ എന്നാണ്. ഡിസ്പേർഷൻ മീഡിയം ആൽക്കഹോൾ ആണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്നത് ആൽക്കോസോൾ എന്നാണ്. ഇതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് കൊളോയിഡ്സ് ബേസ്ഡ് അപ്പോൺ ദി ഫേസ് ഓഫ് ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയം. അടുത്ത നമുക്ക് കൊളോയിഡ്സിനെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടുമ്പോൾ ചർച്ച ചെയ്യാം.